ഓം സത്യജ്ഞാനസുഖസ്വരൂപമമലം ക്ഷീരാബ്ധിമധ്യസ്ഥിതം യോഗാരൂഢമതിപ്രസന്നവദനം ഭൂഷാസഹസ്രോജ്വലം ത്രക്ഷം ചക്ര പിനാകസാഭയവരം ബിഭ്രാണമർക്കച്ഛിവം ചക്രീഭൂത ഫണീന്ദ്രമിന്ദുധവളം ലക്ഷ്മീ നൃസിംഹം ഭജേ. ശരണമയ്യപ്പ. ഹരേ ശ്രീ ഗുരുഭ്യോ നമഃ. ലക്ഷ്മി നൃസിംഹ ഭഗവാൻ നമ്മളെല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. ഗൃഹസ്ഥാശ്രമികൾ എപ്പോഴും ലക്ഷ്മി നൃസിംഹത്തെയാണ് ധ്യാനിക്കാൻ തന്ത്രസമുച്ചയം നമ്മെ പഠിപ്പിക്കുന്നത്. തന്ത്രസമുച്ചയത്തിലെ ലക്ഷ്മി നൃസിംഹ ധ്യാനമാണിത്. മഹാവിഷ്ണുവിനെയും മഹാലക്ഷ്മിയെയും ഒരുപോലെ പ്രത്യക്ഷമായി അവനവനിലെ കുടുംബ അന്തരീക്ഷത്തിൽ ശ്രദ്ധിക്കണം, വളരെ ശ്രദ്ധിക്കണം. ഇത് ശ്രീമദ് ഭാഗവതം എന്ന ധർമ്മശാസ്ത്രം ഗൃഹസ്ഥാശ്രമികൾക്ക് അവനവൻ്റെ കുടുംബം സ്വർഗീയ അനുഭൂതികൾ അനുഭവിച്ചുകൊണ്ട് ആ അനുഭൂതിയിൽ ജീവിതം കുടുംബത്തിൽ വൈകുണ്ഠമാക്കി മാറ്റണം. ഇതാണ് ഭാഗവതത്തിൻ്റെ വിഷയനും മിഷ്യനും. ഭാഗവതത്തിന് പറയാനുള്ളത് ഇതാണ്. ചിരിക്കണ്ട, നിങ്ങളൊരു കാര്യം ചെയ്തോളൂ. ഏകാദശ സ്കന്ധത്തിൽ അഷ്ടമോധ്യായത്തിൽ, അതായത് 8ാമത്തെ അധ്യായത്തിൽ 42ാമത്തെ ശ്ലോകം എടുത്താൽ നിങ്ങൾക്കിത് കൃത്യമായിട്ട് മനസ്സിലാകും. മേനിരേ ഭഗവത് രൂപം ശാസ്ത്രം ഭാഗവതം ക്ഷിതൗ പഠന ശ്രവണ സദ്യോ വൈകുണ്ഠ ഫലദായകം. ഭാഗവതം പഠിക്കുന്ന, വായിക്കുന്ന, അറിയുന്ന, പറയുന്ന കുടുംബം വൈകുണ്ഠമായി മാറും എന്നുള്ളതാണ്. അപ്പോൾ പിന്നെ നമുക്ക് ഈസിയായി മരണശേഷമുള്ള ഒരു സ്വർഗമൊന്നും ഹൈന്ദവ സംസ്കൃതിയിൽ പറയുന്നില്ല. അതൊക്കെ സെമിറ്റിക് മതങ്ങളുടെ മസാല ബോണ്ടാണ്. പറ്റീരിൽ എന്ന് പറയും മലയാളത്തിൽ. 4 പതിറ്റാണ്ട് കാലം വേദാധ്യയനം നടത്തുകയും അദ്വൈത വേദാന്ത വിദ്യാർത്ഥിയായി ജീവിക്കുകയും ചെയ്യുന്ന ഒരു ഭാഗവത സാധകൻ എന്ന നിലയിൽ നിങ്ങൾക്കെല്ലാവർക്കും അറിയാം, മുൻ ശബരിമല മേശാന്തിയും കൃഷ്ണ യജുർവേദ പണ്ഡിതനും ഭാഗവതോത്തമനും ഭഗവത്ഗീത ആചാര്യനുമായ എൻ്റെ അച്ഛൻ എന്നെ എൻ്റെ കുടുംബത്തിൽ പഠിപ്പിച്ച ഈ ധർമ്മശാസ്ത്രം ഭാഗവതം, അതിനകത്ത് പറയുന്നു പഠന ശ്രവണ സദ്യോ വൈകുണ്ഠ ഫലദായകം. നമ്മുടെ കുടുംബം വൈകുണ്ഠമാക്കി മാറ്റണം, നമ്മുടെ മനസ്സ് വൈകുണ്ഠമാക്കി മാറ്റണം. വിഗത കുണ്ഠാഹ ഇതി വൈകുണ്ഠ. ദുഃഖമില്ലാത്ത മനസ്സിൻ്റെ അവസ്ഥയാണ് വൈകുണ്ഠം. അപ്പം കൂടുമ്പോൾ ഇമ്പമുള്ള, കൂടുമ്പോൾ മധുരമായ ഒരു സുഗന്ധം വമിക്കുന്നതാവണം നമ്മുടെ കുടുംബം. ഇതിന് നമ്മൾ ഒരുപാട് കഥകളിലൂടെയാണ് ഈ സത്യസാക്ഷാത്കാരം ഭാഗവതം എത്തിക്കുന്നത്. കാരണം ഇത്
LKG കുട്ടികൾക്കുള്ള ഒരു സിലബസാണ്. അതിൽ വളരെ മനോഹരമാണ് ഈ കുചേലോപാഖ്യാനം. അതിന് പ്രതിഗോപാഖ്യാനം എന്നും പറയും. ഇതിൻ്റെ പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിൽ ശ്രീ ഭഗവാനുവാച, ഭഗവാൻ പറയുന്നു. അപ്പോൾ ഭഗവത് വചനമാണ്. എന്താണ് ഇതിൻ്റെ ഇത്ര പ്രത്യേകത? ഭാഗവതമുള്ള ആൾക്കാരൊക്കെ എടുത്ത് നോക്കണം. ഹിന്ദുക്കളായതുകൊണ്ട് ഇതുണ്ടാവാൻ തരമില്ല. എന്നാലും ഉള്ള ആൾക്കാർ ദശമസ്കന്ധത്തിൽ 81-ാമത്തെ അധ്യായത്തിൽ 3-ാമത്തെ ശ്ലോകം എല്ലാവരും ഇത് പഠിക്കണം. പറ്റുമെങ്കിൽ നമ്മളെ പൂജാമുറിയിൽ എഴുതി ഒട്ടിക്കണം. നമ്മുടെ ഹൃദയത്തിൽ, ബുദ്ധിയിൽ, ബോധത്തിൽ ഇത് നിറച്ചു വെക്കണം. കാരണം ഭാഗവത ഹൃദയ സാരാംശമാണ് വേദവ്യാസ ഭഗവാൻ ഈ ഒരൊറ്റ ശ്ലോകത്തിൽ ഒതുക്കിയിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ ഇതിൻ്റെ നിത്യ യൗവനം എന്താണെന്ന് നമുക്ക് തിരിച്ചറിയാൻ സാധിക്കും. അത് പഠിക്കുന്ന നമ്മുടെ ജീവിതത്തിൽ ബോഡി, മൈൻഡ് ആൻഡ് ഇൻ്റലക്ച്വൽ, ശരീര മനോബുദ്ധികളിൽ ഒരുപോലെ നമുക്ക് യൗവനം നിലനിർത്താൻ സാധിക്കും. വിത്തൗട്ട് എക്സ്പെൻസ്. മറ്റ് ഇഞ്ചക്ഷനൊക്കെ എടുക്കുന്നതാണെങ്കിൽ 50 ലക്ഷം രൂപ വരെയൊക്കെ ഉണ്ട്. ഇത് വിത്തൗട്ട് എക്സ്പെൻസാണ്. ഏതായാലും വേദവ്യാസ ഭഗവാൻ ഗൃഹസ്ഥാശ്രമികൾക്ക് വേണ്ടി എഴുതി വെച്ച ഈ അമൂല്യ രത്നം എന്താണെന്ന് നമുക്ക് നോക്കാം. പ്രേമസ്വരൂപനായ ഭഗവാൻ കൃഷ്ണൻ വളരെ പ്രേമത്തോടുകൂടി നമ്മോട് പറയുന്നു. അതുകൊണ്ട് നമുക്കിത് എന്താണെന്ന് നോക്കാം. കൃഷ്ണൻ്റെ മായക്കണ്ണൻ്റെ മായകളിൽ ഒരു നല്ല മാജിക്കാണ് ഈ ശ്ലോകം. അതുകൊണ്ട് തന്നെ വിഭവസമൃദ്ധമായ ഒരു സദ്യ കഴിക്കുന്നത് പോലെ ഒരു വസന്തത്തിൻ്റെ മാഹാത്മ്യത്തോടുകൂടി ഭഗവാൻ എന്താണ് പറഞ്ഞത് എന്ന് നമുക്ക് നോക്കാം. നഷ്ടമൊന്നുമില്ലല്ലോ, പോയാഠ്യം അത്രയേ ഉള്ളൂ. നമുക്ക് അടുത്തത് തോണ്ടാം. കിട്ടിയാലോ ഒരു ജീവിതം. ആ ജീവിതം എന്താണ് പ്രത്യേകത? ഭാര്യയും ഭർത്താവും ദേ ഇങ്ങനെ, അച്ഛനോടും അമ്മയോടും ദേ ഇങ്ങനെ, മക്കളെ 2 മടിയിലും മക്കളെ ഇരുത്തി കെട്ടിപ്പിടിച്ചുകൊണ്ട് കൂടുമ്പോൾ ഇമ്പമുള്ള ഒരു കുടുംബ ജീവിതം. ആരാണിത് ആഗ്രഹിക്കാത്തത്? അങ്ങനെ ആഗ്രഹിക്കുന്നവർക്ക് മാത്രമുള്ളതാണ് ഭാഗവതം. കാരണം ഞാൻ കുട്ടിക്കാലം മുതൽ കേട്ട് വളർന്ന് പഠിച്ച് ഒരു വലിയ മഹാഋഷിയുടെ മകനായിട്ടാണ് ഞാൻ ജനിച്ചു വളർന്നത്. ഈ ഭാഗവത സംസ്കൃതിയാണ് എനിക്ക് ഭാഗവതം എന്ന് വെച്ച് കഴിഞ്ഞാൽ അന്നമാണ്. എനിക്ക് ഭാഗവതം ദാഹജലമാണ്. എനിക്ക് ഭാഗവതം പ്രാണവായുവാണ്. എന്നെ ഞാനാക്കിയത് ഭാഗവതമാണ്. എൻ്റെ അച്ഛനെ അച്ഛനാക്കി മാറ്റുന്നത് ഭാഗവതമാണ്. എന്താണ് ഈ ഭാഗവതത്തിൻ്റെ പ്രസക്തി? എന്താണിതിൻ്റെ പ്രത്യേകത? എന്താണിതിൻ്റെ സൗന്ദര്യം? നോക്കൂ. കിമുപായനമാനീതം ബ്രഹ്മന്മേ ഭവതാഗൃഹാത് അണ്വപ്യുപാഹൃതം ഭക്തേ പ്രേംന ദുര്യവമേ ഭവേത് ദുര്യപ്യഭക്തോപഹൃതം നമേ ത്വേഷായ കൽപ്പതേ. നമേ ത്വേഷായ കൽപ്പതേ. ശ്രദ്ധിക്കണം. ഒന്നും കൂടെ ഞാൻ പറയാം. ദശമസ്കന്ധത്തിൽ 81-ാമത്തെ അധ്യായത്തിൽ 3-ാമത്തെ ശ്ലോകമാണ്. മറക്കണ്ട. കിമുപായനമാനീതം ബ്രഹ്മന്മേ ഭവതാഗൃഹാത് അണ്വപ്യുപാഹൃതം ഭക്തേ പ്രേംന ദുര്യവമേ ഭവേത് ദുര്യപ്യഭക്തോപഹൃതം നമേ ത്വേഷായ കൽപ്പതേ. ഇവിടെ
ഭഗവാൻ ഇത് പറയുന്നത് കുചേലോപാഖ്യാനത്തിൽ കുചേലനെ സിംഹാസനത്തിലിരുത്തി കുചേലൻ്റെ കാല് കഴിയിച്ച് തൊഴുതുകൊണ്ടാണ് പറയുന്നത്, അങ്ങയുടെ ധർമ്മപത്നി എന്തെങ്കിലും എനിക്ക് തന്നുവിട്ടിട്ടുണ്ടാകും. അപ്പോൾ എനിക്ക് തരുന്നത് എന്തും ഞാൻ എങ്ങനെയാണ് സ്വീകരിക്കുന്നത് എന്നുള്ളതാണ് ഭഗവാൻ ഇവിടെ പറയുന്നത്. അപ്പോൾ എന്താണ്? കിമുപായനമാനീതം ബ്രഹ്മന്മേ, ഹേ ബ്രാഹ്മണശ്രേഷ്ഠ. ആരാണ് പറയുന്നത്? പൂർണ്ണാവതാരമെടുത്ത് 124 വർഷം ഈ ഭൂമിയിൽ ജീവിച്ച് ഓരോ മനുഷ്യ ജീവിതവും സമ്പൂർണ്ണമാക്കാൻ, പൂർണ്ണമത പൂർണ്ണമിതം പൂർണ്ണാത് പൂർണ്ണമുദച്യതേ പൂർണ്ണസ്യ പൂർണ്ണമാദായം പൂർണ്ണമേവ അവശിഷ്യതേ, നമ്മുടെ ജീവിതത്തെ പൂർണ്ണതയിലെത്തിക്കാൻ അവതരിച്ച അവതാരത്തിൻ്റെ പേരാണ് പൂർണ്ണാവതാരം. ഹേ ബ്രാഹ്മണശ്രേഷ്ഠ, ഹേ ബ്രഹ്മജ്ഞാനം സിദ്ധിച്ച ബ്രാഹ്മണശ്രേഷ്ഠ. ബ്രഹ്മജ്ഞാനം സിദ്ധിച്ചു കഴിഞ്ഞാൽ ബ്രഹ്മസമം, ബ്രഹ്മജ്ഞാനേതി ബ്രാഹ്മണൻ. അത് വേദവ്യാസ ഭഗവാൻ ഇതിൻ്റെ അവസാനം പറയും ബ്രാഹ്മണസ്യ ദേവസ്യ എന്ന്. ഭൂബ്രാഹ്മണ, ഭൂദേവ എന്നുള്ളതൊക്കെയാണ് ഋഷീശ്വരന്മാർ പറയുന്നത്. ഏതായാലും ശരി, വേദവ്യാസ ഭഗവാൻ ഇങ്ങനെ കിമുപായനമാനീതം ബ്രഹ്മന്മേ എന്നുള്ളത് പറയുന്നത് ഓരോ മനുഷ്യജീവിതത്തെയും ഓരോ മനുഷ്യജീവനെയും ഉയർത്തുകയാണ്. ജാതി മത വർണ്ണ വർഗ ലിംഗ രാഷ്ട്രീയ വ്യത്യാസങ്ങളിലൂടെ മനുഷ്യരെ വ്യത്യസ്തമായ തട്ടുകളിൽ കാണുന്ന ആധുനിക മനുഷ്യൻ്റെ മുഖത്തു നോക്കി 5500 വർഷം മുന്നേ വേദവ്യാസ ഭഗവാൻ ഓരോ മനുഷ്യനെയും ഉയർത്തുകയാണ്, വളർത്തുകയാണ്. എന്ത്? ഹേ ബ്രാഹ്മണ ശ്രേഷ്ഠ എന്ന്. അപ്പോൾ ആ ബ്രാഹ്മണൻ്റെ നിലയിലോട്ട് ഓരോ മനുഷ്യനെയും വേദവ്യാസ ഭഗവാൻ നമ്മെ ഉയർത്തുകയാണ്. അപ്പോൾ ഓരോ ഗുരുവായൂരപ്പ ഭക്തരെയും ഗുരുവായൂരപ്പൻ കാണുന്നത് ബ്രാഹ്മണ ശ്രേഷ്ഠനായിട്ടാണ്. അപ്പോൾ ഇനി മുതൽ ഗുരുവായൂരമ്പലത്തിലേക്ക് പോകുന്ന വ്യക്തികൾ ഈ ഭാഗവതമൊക്കെ പഠിച്ച് ആ ഒരു ലെവലിൽ പോകണം എന്നുള്ളതാണ് പറയുന്നത്. ഭക്തേ പ്രേംണ, ഭക്തേ പ്രേംണ, ഭക്തന്മാരാൽ പ്രേമത്തോടുകൂടി നാവിൽ തസ്മാ സർവേഷു കാലേഷു മാ മനുസ്മരയുധ്യജ. ഭഗവാൻ പറയുന്നു ഭക്തേ പ്രേംണ, ഭക്തന്മാരാൽ പ്രേമത്തോടുകൂടി, പ്രേമസ്വരൂപനായ എന്നെ പ്രേമത്തോടുകൂടി ഭജിക്കുകയാണെന്നുണ്ടെങ്കിൽ എങ്ങനെ? തസ്മാ സർവേഷു കാലേഷു മാ മനുസ്മരയുധ്യജ മയ്യർപ്പിത മനോബുദ്ധി. മനസ്സും ബുദ്ധിയും, മനസ്സിലും ബുദ്ധിയിലും ഒരു ഈശ്വരീയ ചിന്ത, ഒരു ഈശ്വരീയ ബുദ്ധി, ഒരു ഭഗവത് ബുദ്ധി. അപ്പോൾ അത് ഒരു നാമഭജനമായി കൊണ്ട് നടക്കണം. ഇതാണ് ഭാഗവതത്തിന് ഓരോ മനുഷ്യ ജീവിതത്തോടും പറയാനുള്ളത്. നിങ്ങളുടെ ജീവിതം സാർത്ഥകമാക്കാൻ ആഗ്രഹിക്കുന്നുവെങ്കിൽ, ജീവിതം സന്തോഷപൂരിതമായി കൊണ്ട് നടക്കാൻ ആഗ്രഹിക്കുന്നവരോട് നാമഭജനമാണിവിടെ. ഭക്തേ പ്രേമണ, പ്രേമസ്വരൂപനായ ഭഗവാൻ പ്രേമത്തിൽ മുങ്ങിക്കുളിപ്പിച്ചുകൊണ്ട് നമ്മോട് പറയുന്നു ഹരേ രാമ ഹരേ കൃഷ്ണ, ഹരേ രാമ ഹരേ രാമ, രാമ രാമ ഹരേ ഹരേ, ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ. ഒരു ജീവിതം മുഴുവൻ ഈ നാമജപലയലഹരിയിൽ ജീവിക്കുന്നതാണ് എൻ്റെ അമ്മ. അപ്പോൾ എൻ്റെ അമ്മ പഠിപ്പിച്ചതാണ് ഈ നാമജപലയ മാഹാത്മ്യം. അതുകൊണ്ട് തന്നെ ഇതിൻ്റെ മാധുര്യം എനിക്ക് നിങ്ങളോട് പങ്കുവെക്കാൻ സാധിക്കും. ഓരോ വ്യക്തിയും എപ്പോഴും ഈ നാമം കൊണ്ട് നടക്കണം. ഇത് കൊണ്ട് നടത്തില്ല എങ്കിൽ ഭഗവാൻ പറയും ICU, നമുക്ക് ICU യൂണിറ്റിൽ വെച്ച് കാണാമെന്ന്. അപ്പോൾ അല്ല, മേ ബി അങ്ങനെ വിടുന്നതാണെന്നുണ്ടെങ്കിൽ അവിടെയും നമുക്ക് കൊണ്ട് നടക്കാം. എന്ത്? ഈ നാമം. അപ്പോൾ ഗുരുവായൂരപ്പൻ്റെ ഭക്തന്മാർക്ക് ഭക്തോപഹൃതം,
ഭക്തന്മാർ നൽകുന്നത്. ഗുരുവായൂരപ്പൻ്റെ ഭക്തന്മാർ ഇത് ഫോളോ ചെയ്യണം. കാരണം ഇവിടെ ശ്രീമദ് ഭാഗവതത്തിൽ ദശമസ്കന്ധത്തിൽ 81-ാമത്തെ അധ്യായത്തിൽ 3-ാമത്തെ ശ്ലോകത്തിൽ ഭഗവാൻ പറയുന്നു, എന്ത് നിങ്ങൾ ഫോളോ ചെയ്യേണ്ടത് അണു അപി, നിസ്സാരമായ പദാർത്ഥം കൂടി. എത്ര നിസ്സാരമായി നമുക്കറിയാം. കുന്തിമാതാവ് കൊടുത്ത ഒരു ചീര ഇലക്കഷ്ണം, മനസ്സിലായില്ലേ? അപ്പോൾ അണു അപി, നിസ്സാരമായ പദാർത്ഥം കൂടി. മേ ഭൂരി ഏവ, എനിക്ക് ഏറ്റവും പ്രിയപ്പെട്ടതാകുന്നു. അപ്പോൾ നമ്മൾ ജീവിതത്തിൽ അതോ ഇതുവരെ അണ്വപ്യുപാഹൃതം ഭക്തേ പ്രേംണ ദുര്യവമേ ഭവേത്. നിങ്ങൾ ഭക്തിയോടുകൂടി ഒരു അണു പോലുള്ളത് എന്തെനിക്ക് സമർപ്പിച്ചാലും മേ ഭൂരി ഏവ, എനിക്കത് ഏറ്റവും പ്രിയപ്പെട്ടതാണെന്ന്. മനസ്സിലായല്ലോ? അപ്പോൾ ഭഗവാന് നമ്മൾ എന്താ സമർപ്പിക്കേണ്ടതെന്ന് ഭഗവാൻ പറയുന്നുണ്ടല്ലോ. ഇവിടെ സമർപ്പണം, അവിടെ കംപ്ലീറ്റ് സറണ്ടർ ചെയ്യുകയാണ്. എന്താണോ അത്, നിൻ്റെ കയ്യിൽ എന്താണോ ഉള്ളത് അതെനിക്ക് കാണിക്കയായി സമർപ്പിക്കുക. അത് എന്തായാലും അതിൻ്റെ കൂട്ടത്തിൽ ഭക്തിയും പ്രേമവും നിറക്കണം. ഭക്തേ പ്രേംണ, പ്രേമപൂരിതമായി ഭക്തിയെ ചാലിച്ചിട്ടാണ് ഭഗവാൻ ഇത് സമർപ്പിക്കേണ്ടത്. അങ്ങനെയാകുമ്പോൾ മേ ഭൂരിയേവ, എനിക്ക് ഏറ്റവും പ്രിയപ്പെട്ടതാകും. അപ്പോൾ ഭക്തിയോടുകൂടി പ്രേമത്തോടുകൂടി എന്തെനിക്കർപ്പിച്ചാലും ഞാനത് വളരെ സന്തോഷമായി സ്വീകരിക്കുന്നതാണ് എന്നാണ് ഭഗവാൻ പറയുന്നത്. അത് ശ്ലോകം അവസാനിച്ചിട്ടില്ല. തുടർന്ന് ഭഗവാൻ 4-ാമത്തെ ശ്ലോകത്ത് പറയുന്നു. എന്താണ് പറയുന്നത്? പത്രം പുഷ്പം ഫലം തോയം യോ മേ ഭക്ത്യാ പ്രയച്ഛതി തദഹം ഭക്ത്യുപഹൃതം അശ്നാമി പ്രിയതാത്മനേ. ഭഗവാൻ ഇത് 9-ാമത്തെ അധ്യായത്തിൽ ഭഗവത്ഗീതയിൽ 26-ാമത്തെ ശ്ലോകത്തിൽ ഇത് പറയുന്നുണ്ട്. ഭഗവത്ഗീതയിൽ 9-ാമത്തെ അധ്യായത്തിൽ 26-ാമത്തെ ശ്ലോകം. അപ്പം തന്നെ ഈ ഭഗവത്ഗീതയിലെ 18 അധ്യായങ്ങളുടെ വികസിത രൂപമാണ് ഭാഗവതം. അതുകൊണ്ട് തന്നെ ആ ഭഗവത്ഗീതയിൽ ഇത് പറഞ്ഞിട്ട് സംതൃപ്തിപ്പെടാതെ വേദവ്യാസ ഭഗവാൻ ഈ ഭാഗവതത്തിൽ ദശമസ്കന്ധത്തിൽ 81-ാമത്തെ അധ്യായത്തിൽ 4-ാമത്തെ ശ്ലോകമായി വീണ്ടും ഇത് റിപ്പീറ്റ് ചെയ്തു. എന്തുകൊണ്ട്? ഇതിൻ്റെ പ്രസക്തി ഇപ്പോഴാണ് മനസ്സിലാക്കേണ്ടത്. പത്രം പുഷ്പം ഫലം തോയം യോ മേ ഭക്ത്യ പ്രയച്ഛതി. നിങ്ങളെനിക്ക് എന്താണ് പത്രമാണ് തരുന്നത്? ഒരു തുളസി ഇല നിങ്ങൾ മനസ്സർപ്പിച്ചുകൊണ്ട് ഭക്തിയോടുകൂടി പ്രേമത്തോടുകൂടി എനിക്ക് സമർപ്പിക്കൂ. ഒരു പുഷ്പം, ഗജേന്ദ്രമോക്ഷം നമുക്കറിയാവുന്നതാണ്. ഗജേന്ദ്രമോക്ഷം, നാരായണ അഖില ഗുരു ഭഗവൻ നമസ്തേ. അവിടെ ഭഗവാനെ ഗുരുവായി കണ്ട് പുഷ്പം സമർപ്പിച്ചു കഴിഞ്ഞപ്പോൾ ചക്രം കൊണ്ട് നക്രത്തെ ഭേദിച്ചു എന്നൊക്കെ നമ്മൾ പഠിച്ചില്ലേ? അപ്പോൾ ഇവിടെ ഒരു പുഷ്പമായാലും ശരി, കൃത്യമായിട്ട് ഇത് മനസ്സിലാക്കുന്നുണ്ടെങ്കിൽ വാലന്റൈൻസ് ഡേ എന്ന് നമ്മുടെ കാമുകി നമുക്കൊരു പുഷ്പം തന്നു കഴിഞ്ഞാൽ പൊക്രൈനിലെ അടൽ ബിഹാരി വാജ്പേയി പൊട്ടിച്ച പോലെയായിരിക്കും നമ്മുടെ ഹൃദയത്തിൽ. നമ്മുടെ കാമുകൻ നമുക്ക് വാലന്റൈൻസ് ഡേയിൽ, വളരെ സാധാരണ ദിവസമായാലും ശരി, ഒരു പുഷ്പം നൽകി കഴിഞ്ഞാൽ ഉണ്ടാകുന്ന സന്തോഷം. ശരണമയ്യപ്പ, ഇതൊക്കെയാണ് ജീവിതത്തിൻ്റെ സുഗന്ധമായി വേദവ്യാസ ഭഗവാൻ ഇവിടെ ചിത്രീകരിച്ചിരിക്കുന്നത്. പുഷ്പം, പത്രം, ഫലം, തോയം. നമുക്കറിയാം ഫലം, ശബരിയെ നമുക്കറിയാം. ശ്രീരാമചന്ദ്രപ്രഭുവിന് ഒരു മാമ്പഴം കടിച്ച് രുചി നോക്കി അതിൻ്റെ മാധുര്യം അണഞ്ഞ് മധുരമുള്ളതാണ് ഭഗവാന് സമർപ്പിക്കേണ്ടത്. അവിടെ അതിൻ്റെ മധുരം ഭക്തിയാണ്. ആ പഴത്തിൻ്റെ സുഗന്ധവും രുചിയും മണവും നിറവും അതിൻ്റെ സത്ത് ഭഗവാനോടുള്ള പ്രേമമാണ്. ആ നിഷ്കളങ്കമായ ഭക്തി, ആ നിഷ്കളങ്കമായ പ്രേമം
ഇതാണ് ശബരി. അതുകൊണ്ട് ആ കടിച്ചതിൻ്റെ ബാക്കി ഇപ്പം നമ്മളാണെന്ന് പറയും അത് എച്ചിലായി വറ്റായി എന്ന്. അങ്ങനെയുള്ള ഈ ഭേദമില്ലാത്തത് എന്താണോ അതാണ് പരമപ്രേമസ്വരൂപനായ ഭഗവാന് വേണ്ടത്. ഭഗവാനും ഭക്തനും ഒന്നായി മാറുന്ന പ്രേമമാകുന്ന പാശം കൊണ്ടാണ് നമ്മൾ ഭഗവാന്റെ കെട്ടിയിടുന്നത്. ഒരൽ കെട്ടിയിട്ടില്ലേ? എന്തുകൊണ്ടാണ് കെട്ടിയിരിക്കുന്നത്? പരമപ്രേമമാകുന്ന പാശം കൊണ്ടാണ്. ഭഗവാന്റെ മാതാവ് ഭഗവാനെ കെട്ടിയിട്ടിരിക്കുന്നത് കാണിച്ചു തരുന്നതാണ് ഭാഗവതം. നമ്മളുമൊക്കെ ഇതുപോലെ പ്രേമമാകുന്ന പാശം കൊണ്ട്, ഭക്തിയാകുന്ന പാശം കൊണ്ട് കെട്ടിയിടണം. അപ്പോൾ ഈ ശബരിയുടെ നിഷ്കളങ്കത, ശബരി അതുകൊണ്ടാണ് എൻ്റെ അച്ഛൻ എൻ്റെ മകൾക്ക്, നിങ്ങൾക്കെല്ലാവർക്കും അറിയാം, മുൻ ശബരിമല മേശാന്തിയാണ് അദ്ദേഹം, എൻ്റെ മകൾക്ക് ഈ ശബരി എന്ന് പേരിട്ടത്. അവളിപ്പോൾ ഡോക്ടറാണ്. ഈ നിഷ്കളങ്ക ഭക്തിയാണ്. പത്രം പുഷ്പം ഫലം തോയം. തോയം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ജലം. നമുക്കറിയാം വാമനാവതാരത്തിൽ വാമന ഭഗവാന് നമുക്ക് അറിയാം മഹാബലി കാല് കഴുകിച്ചു. അവിടെയാണ് അദ്ദേഹത്തെ സുതലത്തിലോട്ട് ഉയർത്തുന്നത്. ഇതിന് പ്രതിഫലമായിട്ടാണ്. അപ്പോൾ പത്രം പുഷ്പം ഫലം തോയം യോമേ ഭക്ത്യാ പ്രയച്ചതി തതഹം ഭക്ത്യുപഹൃതം. ഇവിടെ ഭക്തിയും പ്രേമവുമാകുന്ന രണ്ട് ചരടുകൾ കൊണ്ടാണ് ഭഗവാനെ ബന്ധിക്കേണ്ടത്. അങ്ങനെയാണോ അജ്ഞാമി പറയതാത്മന. എന്താണ് ഭക്തോപഹൃതം? ഭക്തന്മാർ നൽകുന്നത് ഭൂരി അപി. അപ്പോൾ ഇവിടെ ഞാൻ സ്വീകരിക്കുന്നത് അജ്ഞാമി ഭഗവാന്റെ ഗ്യാരണ്ടിയാണ്. നിങ്ങൾ ഭക്തിയോടുകൂടി പ്രേമത്തോടുകൂടി എത്ര നിസ്സാരമായി നിങ്ങൾ ജീവിതത്തിൽ കാണുന്ന അന്വപ്യപോഹൃതം അന്വപ്യപാഹൃതം ഭക്തേ, നിങ്ങൾ എന്ത് തന്നാലും അത് ഞാൻ വളരെ സന്തോഷത്തോടുകൂടി വളരെയധികം ഭൂരി ഏവ ഏറ്റവും പ്രിയപ്പെട്ടതായി ഞാനത് സ്വീകരിക്കും. ഭഗവാൻ തുടർന്ന് വളരെ ശക്തിയായി പറയുന്നത് അഭക്ത്യോപഹൃദയം, അഭക്തന്മാർ നൽകുന്ന ഭൂരി അപി. എത്ര വലുതായാലും അല്പന്മാർ പേരെഴുതിയൊട്ടിക്കൂലേ? രാമൻ നായർ വക, ഉൽപ്പലാക്ഷൻ നായർ മകൻ ഘടോൽക്കജൻ പിള്ള വക. നിങ്ങൾ എത്ര വലിയ യാഗം കഴിച്ചു കഴിഞ്ഞാലും, നിങ്ങൾ സ്വർണത്തിൻ്റെ കൊടിമരം കിട്ടിയാലും, നിങ്ങൾ ക്ഷേത്രം തന്നെ സംഭാവന ചെയ്തു കഴിഞ്ഞാലും, നിങ്ങൾ എന്ത് തന്നെ യാഗങ്ങൾ നടത്തിയാലും, എത്ര കോടി ഡൊനേഷൻ കൊടുത്തു കഴിഞ്ഞാലും അതിലൊന്നും ഭക്തിയും സ്നേഹവും ഇല്ല എങ്കിൽ ഭഗവാൻ ഭാഗവതത്തിൽ അസന്നിഗ്ധമായി പ്രഖ്യാപിക്കുന്നു, മേ തേശായ ന കൽപ്പതേ. എനിക്ക് ഒരു തരി പോലും സന്തോഷവുമില്ല, ഞാനത് സ്വീകരിക്കുന്നുമില്ല. മനസ്സിലായല്ലോ? ഭഗവാൻ എന്താ പറയുന്നത്? ഭൂര്യപ്യഭക്തോപഹൃതം നമ്മേ തേശായ കൽപ്പതേ. ഭൂര്യപ്യഭക്തോപഹൃതം ഭൂര്യപ്യഭക്തോപഹൃതം നമ്മേ തേശായ കൽപ്പതേ. നിങ്ങൾ പൊങ്ങച്ചം കാണിക്കാൻ എന്ത് വഴിപാട് കാണിച്ചിട്ടായാലും എന്ത് കാണിച്ചാലും അതൊന്നും ഞാൻ സ്വീകരിക്കില്ല, എനിക്കതൊന്നും ഇഷ്ടമല്ല. ഇത് പറയുന്നത് ആരാണ്? ഭഗവാൻ ഭാഗവതത്തിൽ റിട്ടണായി എഴുതി വച്ചിരിക്കുകയാണ്. അപ്പോൾ നമ്മളൊക്കെ ക്ഷേത്രത്തിൽ വഴിപാടുകൾ കഴിക്കുന്നവരാണ്. ഇനി ഇതൊക്കെ ഒന്ന് ശ്രദ്ധിച്ച് ഗുരുവായൂർ പാൽപ്പായസവും ഗുരുവായൂർ വഴിപാടുകളും കൊടിമരവും സ്വർണ്ണ കിരീടവും എന്ത് നടത്തുമ്പോഴും ഒന്നിത് ശ്രദ്ധിക്കുന്നവരാണെന്നുണ്ടെങ്കിൽ ആ വഴിപാടുകളൊക്കെ ഭഗവാൻ സ്വീകരിക്കും. ഇവയ്ക്കൊപ്പം ഇത്തിരി മസാല നമ്മൾ അടുക്കളയിൽ ഗ്യാസ് ലൈറ്റർ ഓണാക്കുന്നത് പോലെ ഭക്തി ഓണാക്കണം. പ്ലഗ് ഓണാക്കുന്ന പോലെ, മെയിൻ സ്വിച്ച് ഓണാക്കുന്നത് പോലെ, AC ഓണാക്കുന്നത് പോലെ ഇത്തിരി പരമപ്രേമം ഭഗവാനോട് ഉണ്ടെങ്കിൽ മാത്രമേ ഭഗവാൻ അത് സ്വീകരിക്കുന്നതുള്ളൂ. അപ്പോൾ ഇത് പറയുന്നത് ഗൃഹസ്ഥാശ്രമിയായ കുചേലനോടാണ്. മഹാഗൃഹസ്ഥാശ്രമിയായ കൃഷ്ണനാണിത്. ഹേ ബ്രാഹ്മണ ശ്രേഷ്ഠ എന്ന് കൂടി പറയുന്നത്. അപ്പം പരമപ്രേമസ്വരൂപനായ എന്നോട് എൻ്റെ ഭക്തന്മാർ ഭക്തിയോടുകൂടി തരുന്ന
ഒരു പുഷ്പമായാലും പത്രമായാലും ഫലമായാലും തോയമായാലും എന്തായാലും എനിക്ക് ഏറ്റവും പ്രിയപ്പെട്ടതാണ്. അപ്പോൾ ഭക്തിയും പ്രേമവുമില്ലാതെ നിങ്ങൾ എനിക്ക് എന്ത് തന്നു കഴിഞ്ഞാലും ഞാനത് സ്വീകരിക്കില്ല. ഇവിടെ ശ്രദ്ധിക്കണം, ഇവിടെ കൊടുക്കുന്നത് ഭഗവാന് മാത്രമല്ല, ഏത് ക്ഷേത്രത്തിലായാലും എവിടെയായാലും ആർക്കായാലും എന്ത് കൊടുക്കുന്നു എന്നുള്ളതല്ല, എന്ത് ആറ്റിറ്റ്യൂഡിൽ കൊടുക്കുന്നത് എന്ന്. അപ്പോൾ എൻ്റെ ഭാര്യ എന്നോട് എപ്പോഴും പറയും, നിങ്ങൾക്ക് നിങ്ങളുടെ ശരീരം മാറ്റിയെടുക്കാൻ സാധിക്കില്ല, നിങ്ങൾക്ക് നിങ്ങളുടെ സ്വഭാവവും മാറ്റിയെടുക്കാൻ പറ്റില്ല, നിങ്ങൾക്ക് നിങ്ങളുടെ ഭാര്യയെയും മാറ്റിയെടുക്കാൻ പറ്റില്ല, നിങ്ങൾക്ക് അച്ഛനെയും അമ്മയെയും മക്കളെയും ഒന്നും മാറ്റിയെടുക്കാൻ സാധിക്കില്ല. മറിച്ച് ജീവിതത്തിൻ്റെ കാഴ്ചപ്പാടുകൾ, ആറ്റിറ്റ്യൂഡുകൾ മാറ്റിയെടുക്കാൻ സാധിക്കും. നിങ്ങളുടെ സ്വഭാവം മാറ്റിയെടുക്കാൻ പറ്റില്ല, നിങ്ങളുടെ ശീലങ്ങൾ മാറ്റിയെടുക്കാൻ പറ്റും. അപ്പോൾ ജീവിതത്തിൽ ഇനി മുതൽ അടിമുടി ഒരു പരിവർത്തനം. അപ്പോൾ നമ്മുടെ ഭാര്യയോട് പെരുമാറുന്നത് ഇത്തിരി കൂടി പ്രേമത്തോടുകൂടി, ഇത്തിരി കൂടി സ്നേഹത്തോടുകൂടി, നമ്മുടെ ഭർത്താവിനോട് ലവ് വിത്ത് കെയറായിട്ട് കെട്ടിപ്പിടിച്ചൊരു ചുംബനങ്ങൾ നൽകി നിങ്ങൾ എന്ത് പറഞ്ഞു കഴിഞ്ഞാലും അതൊക്കെ അക്സെപ്റ്റ് ചെയ്യുന്നതായിരിക്കും. ഇത്തിരി ലോ വോയിസിൽ ഭർത്താവിനോട് പെരുമാറുക, മക്കളോട് കെട്ടിപ്പിടിച്ച് ഉമ്മ വെച്ച് മടിയിൽ വെച്ചുകൊണ്ട് നിങ്ങൾ പറയുന്നത് എന്തും അവർ സ്വീകരിക്കും. അതുപോലെ തന്നെ അച്ഛനോടും സുഹൃത്തുക്കളോടും സമൂഹത്തിലോട് എല്ലാത്തിനോടും. അപ്പോൾ ഭഗവാൻ ഈ ഭാഗവതത്തിലൂടെ ഗൃഹസ്ഥാശ്രമികൾക്കോട് ഗൃഹസ്ഥാശ്രമ ധർമ്മത്തിൽ ഏറ്റവും ശ്രേഷ്ഠമായി കൊണ്ട് നടക്കാനാണ്. അപ്പോൾ മനോഭാവങ്ങളും ശീലങ്ങളും മാറ്റി ഈ മനോഭാവങ്ങളും ഈ ശീലങ്ങളുമായിരിക്കണം ഭഗവാന് നമ്മൾ കുടുംബത്തിൽ ഭഗവാന് കാണിക്ക അർപ്പിക്കേണ്ടത്. ഇനി ഗുരുവായൂരിൽ പോകുമ്പോഴും മറ്റു ക്ഷേത്രങ്ങളിൽ പോകുമ്പോഴും നമ്മുടെ സമ്പത്തിൻ്റെ ഒരു പങ്ക് നമ്മൾ ഭഗവാന് സമർപ്പിക്കുമ്പോൾ ആ കോൺട്രിബ്യൂഷനിൽ നിത്യം യജ്ഞേ പ്രതിഷ്ഠിതം. ഭഗവത്ഗീതയിൽ ഭഗവാൻ പറയുന്നു, യജ്ഞ സംസ്കൃതിയിലാണ് കളക്ഷൻ, കോർഡിനേഷൻ, ഓപ്പറേഷൻ, ഡിസ്ട്രിബ്യൂഷൻ, ഇതിനൊക്കെ സമ്പത്ത് പ്രധാനമാണ്. എല്ലാം നിങ്ങൾ നൽകണം. അതിൻ്റെ കൂട്ടത്തിൽ ഭക്തിയും പ്രേമവും ഉണ്ടാവണം. അപ്പോൾ സമർപ്പണ മനോഭാവമാണിവിടെ. ഭഗവാന്റെ മുന്നിൽ എല്ലാം സമർപ്പിക്കണം. ജാതി നീതി കുലഗോത്ര ദൂരകം രൂപനാമ ഗുണദോഷവർജിതം ദേശകാല വിഷയാദിവർത്തിയാം. ശങ്കരാചാര്യർ നമ്മെ പഠിപ്പിച്ചു. വിവേക ചൂടാമണിയിലെ ബ്രഹ്മതത്വമസി ഭാവത്തിൽ ഹൃദയത്തിലെ പരിശുദ്ധമായി കടഞ്ഞെടുത്ത വെണ്ണയാണ് കൃഷ്ണന് വേണ്ടത്. ഹൃദയത്തിൽ കടഞ്ഞെടുത്ത വെണ്ണ ഉരുക്കിയ നെയ്യാണ് അയ്യപ്പസ്വാമിക്ക് നെയ്യഭിഷേകം ചെയ്യേണ്ടത്. ഇതാണ് തത്വമസി. ആ ആത്മസമർപ്പണമായിരിക്കണം. അല്ലാതെ നിങ്ങൾ 1 കോടി ചെയ്താലും 1 കോടി സമർപ്പിച്ചാലും ഭഗവാൻ ഇത് സ്വീകരിക്കില്ല. അപ്പോൾ ഭഗവാന് വേണ്ടത് പ്രേമസ്വരൂപനായ ഭഗവാന് വേണ്ടത് ഓരോ ഭക്തൻ്റെയും പ്രേമവും ഹൃദയവിശുദ്ധിയുമാണ്. പ്രേമമില്ല എങ്കിൽ, സ്നേഹമില്ല എങ്കിൽ, ഭക്തിയില്ല എങ്കിൽ കൃഷ്ണനില്ല. അപ്പോൾ കൃഷ്ണൻ എന്താണ്? പ്രേമസ്വരൂപനാണ്, സ്നേഹസ്വരൂപമാണ്. ഭഗവത്ഗീത മുഴുവൻ പറയും. എനിക്ക് ഭഗവത്ഗീതയിൽ ഏറ്റവും ഇഷ്ടമുള്ള മേ പ്രിയോ അസി. മേ എന്ന് പറഞ്ഞാൽ ഐ, പ്രിയോ എന്ന് പറഞ്ഞാൽ ലവ്, അസി എന്ന് പറഞ്ഞാൽ യു, നിന്നെ. ഐ ലവ് യു എന്ന് പറയാൻ അവതരിച്ച അവതാരത്തിൻ്റെ പേരാണ് കൃഷ്ണാവതാരം. അപ്പോൾ ഈ ഭാഗവതം എന്ന ധർമ്മശാസ്ത്രവും ഭഗവത്ഗീതയും നമ്മൾ പഠിക്കണം. നിർബന്ധബുദ്ധിയോ നമ്മളിത് പഠിക്കണം. എന്തിനാണ്? ജീവിതത്തിൻ്റെ വാർദ്ധക്യകാലത്ത്, സായംകാലത്ത് നമുക്കിതൊരു വാക്കിംഗ് സ്റ്റിക്കറായി നടക്കാം. നാളെ നമ്മൾ കിടപ്പ് രോഗികളായാലും അപ്പോഴും കിടന്നുകൊണ്ട് സുഗന്ധം വമിപ്പിക്കുന്ന ഈ ഭാഗവത വചനങ്ങൾ നമുക്ക് പറഞ്ഞുകൊണ്ട് നമ്മുടെ ജീവിതം പരമശാന്തിയിൽ അപ്പോഴും ഓൾഡ് ഏജ് ഗോൾഡ് ഏജ് ആക്കി മാറ്റാം എന്നുള്ളതാണ് ഉദ്ദേശ ചൈതന്യാജി നമ്മളെ പഠിപ്പിക്കുന്നത്. അപ്പോൾ നമ്മൾ സുഗന്ധം പരത്തുന്ന ജീവിതം നയിക്കാൻ ഈ ഭാഗവത ധർമ്മശാസ്ത്രം നമ്മളെ പഠിപ്പിക്കണം. ഒപ്പം ഭാഗവതോത്തമനായ എൻ്റെ അച്ഛൻ എന്നെ പഠിപ്പിച്ച ഈ ധർമ്മശാസ്ത്രം എൻ്റെ ജീവിതത്തെ മാറ്റിമറിച്ചു.
എൻ്റെ ജീവിതത്തിൽ സുഗന്ധങ്ങൾ മാത്രമാണ്, എൻ്റെ ജീവിതത്തിൽ മുത്തും പവിഴങ്ങളും മാത്രമാണ്, എൻ്റെ ജീവിതത്തിൽ നേട്ടങ്ങൾ മാത്രമാണ്, എൻ്റെ ജീവിതത്തിൽ നന്മ മാത്രമാണ്. എൻ്റെ അച്ഛൻ എൻ്റെ ശരീരത്തിന് ജന്മം നൽകിയതുപോലെ എൻ്റെ മനസ്സിൽ ഭാഗവതം എന്ന ഈ ധർമ്മശാസ്ത്രം, എൻ്റെ ബുദ്ധിയിൽ ഈ ഭാഗവതം എന്ന ധർമ്മശാസ്ത്രം, എൻ്റെ ബോധത്തിൽ ഈ ഭാഗവതം എന്ന ധർമ്മശാസ്ത്രം പഠിപ്പിച്ചു. അതുകൊണ്ട് എൻ്റെ അച്ഛനെ ഞാൻ ഋഷീശ്വരനായി പൂജിക്കുന്നു. എൻ്റെ അച്ഛനെ ഞാൻ ഈശ്വര തുല്യനായിട്ടല്ല, മാതൃദേവോ ഭവ പിതൃദേവോ ഭവ, മാതാവിനെ ദേവിയായും പിതാവിനെ ദേവനായും പൂജിക്കുന്നു. നിങ്ങളെ മക്കളെ ഇത് പഠിപ്പിച്ചു കഴിഞ്ഞാൽ നിങ്ങളുടെ മക്കൾ, നമ്മുടെ മക്കൾ നമ്മളെ അഗതി മന്ദിരത്തിൽ കൊണ്ടുവിടാതിരിക്കാൻ ഭാഗവതം നമ്മളെ മക്കളെ പഠിപ്പിക്കണം, വരും തലമുറയെ പഠിപ്പിക്കണം. മാതൃത്വത്തിൻ്റെ മഹനീയതയും പിതൃത്വത്തിൻ്റെ ഉജ്ജ്വലതയും ഓരോ വ്യക്തിയിലും എത്തിക്കുക എന്നുള്ളതാണ് ഭാഗവതം എന്ന ധർമ്മശാസ്ത്രത്തിൻ്റെ വിഷനും മിഷനും. നമ്മുടെ മക്കൾ ഗുരുവായൂർ അമ്പലത്തിൽ നമ്മളെ നടതള്ളാതിരിക്കാൻ ഈ ഭാഗവതം എന്ന ധർമ്മശാസ്ത്രം നമ്മളെ മക്കളെ പഠിപ്പിക്കണം. ഭഗവത്ഗീത നമ്മളെ മക്കളെ പഠിപ്പിക്കണം. സമയമില്ല, മറ്റൊരു ഭഗവത്ഗീത വേദ ചിന്തകളുമായി നമുക്ക് കാണാം. നിങ്ങൾക്കെല്ലാവർക്കും ആയുരാരോഗ്യ സൗഖ്യം ഭട്ടതിരിപ്പാട് നാരായണീയത്തിൽ പറഞ്ഞതുപോലെ ആശംസിക്കുന്നു. ഈ സബ്ജക്റ്റ് ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. നിങ്ങളുടെ ഭർത്താക്കന്മാർക്കെല്ലാവർക്കും ഇത് കാണാൻ വേണ്ടി പറയണം, അവരിൽ എത്തിച്ചു കൊടുക്കണം. ഭാര്യയ്ക്ക് എത്തിച്ചു കൊടുക്കണം. നമ്മുടെ മക്കൾക്ക് ഇത് എത്തിച്ചു കൊടുക്കണം. അവരൊക്കെ കാണട്ടെ. സുഹൃത്തുക്കൾക്കും എല്ലാവർക്കും ഈ ധർമ്മശാസ്ത്രവും ഈ പ്രേമശാസ്ത്രം എത്തിച്ചു കൊടുക്കണം. എല്ലാവരുടെ കുടുംബജീവിതം ആനന്ദപ്രദമാകാൻ ഈ ധർമ്മശാസ്ത്രം വഴികാട്ടുമാറാകട്ടെ എന്ന് ആത്മാർത്ഥമായി ആശംസിച്ചുകൊണ്ട് ലോകാ സമസ്ത സുഖിനോ ഭവന്തു. സ്വാമീ ശരണമയ്യപ്പ.